പ്രകാശിക്കുന്നു. ഭാര്യമാരെ നമ്മുടെ കർത്താവ് എന്നതുപോലെ ഭർത്താക്കന്മാർക്ക് നിങ്ങൾ വിധേയരായിരിക്കുന്നു. മിശിഹാ സഭയുടെ ശിരസ്സും ശരീരത്തിന്റെ രക്ഷണമായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാണ്. മിശിഹായ്ക്ക് വിധേയരായിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ഭർത്താക്കന്മാരെ മിശിഹായുടെ സഭയ്ക്ക് വേണ്ടി തന്നെ കൈയാളിക്കൊണ്ട് അവളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും ഭാര്യമാരെ സ്നേഹിക്കും. അവൻ അപ്രകാരം ചെയ്ത് സഭയെ വെള്ളക്കാലം വചനകാലം കഴുകി പ്രവർത്തിയിരിക്കുവാനും അവളെ കളങ്കം മോഹിച്ചിടുക മറ്റൊന്നില്ലാതെ തനിക്കായി നിർമ്മലയും പരിശുദ്ധയും മഹത്വപൂർണയുമായി കാത്തു സൂക്ഷിക്കുവാനും വേണ്ടിയാണ്. ഇതുപോലെ ഭർത്താക്കന്മാർ സ്വന്തം ശരീരത്തെ എന്നതുപോലെ ഭാര്യമാരെ സ്നേഹിക്കണം. സ്വന്തം ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. ഒരു മനുഷ്യനും ഒരിക്കലും സ്വന്തം ശരീരത്തെ ഓർക്കുകയില്ല, മറിച്ച് മിശിഹാ സഭ എന്നതുപോലെ അയാൾ അതിനെ പോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. എന്നാൽ നാം അവൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്, അവൻ്റെ മാംസത്തിൽ നിന്നും അസ്ഥികളിൽ നിന്നും ഉള്ളവരുമാണ്. ഇക്കാരണത്താൽ പുരുഷൻ തന്റെ പിതാവിനെയും മാതാവിനെയും കണ്ട് സ്വന്തം ഭാര്യയോട് ചേരുകയും അവരിരുവരും ഒരു ശരീരമാവുകയും സ്വന്തം ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. പരിശുദ്ധ സുശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ശംശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ചില പ്രീശർ അടുത്ത് ചെന്ന് ഈശോയെ പരീക്ഷിക്കുവാനായി ഇങ്ങനെ ചോദിച്ചു, ഏതെങ്കിലും കാരണവശാൽ ഒരുവൻ ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ? അവൻ അവരോട് ചോദിച്ചു, ആദ്യം മുതലേ സൃഷ്ടാവ് മനുഷ്യരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുവെന്നും അക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും, അവർ ഏക ശരീരമായിരിക്കും എന്ന് അവൻ അരുളി ചെയ്തിട്ടുണ്ടെന്നും നിങ്ങൾ വായിച്ചിട്ടില്ലേ? അതിനാൽ അവർ രണ്ടല്ല ഒരു ശരീരമാകുന്നു. ദൈവം യോജിപ്പിച്ചത് മനുഷ്യർ വേർപെടുത്താതിരിക്കട്ടെ. കാടങ്കാവിൽ ടോമിന്റെയും ആലപ്പാട്ട് ലിനിയുടെയും ജീവിതങ്ങളിൽ അതിപ്രധാനമായ നിമിഷങ്ങൾക്ക് സാക്ഷ്യം നൽകുവാനായിട്ട് അവരോടുകൂടി സന്തോഷിക്കുന്നതിനും അവർക്ക് ആശംസകൾ അർപ്പിക്കുന്നതിനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനുമായി കുടുംബാംഗങ്ങളും ബന്ധുക്കളും സ്നേഹിതരും അയൽക്കാരും ഒക്കെയായി നാം എല്ലാവരും ഇവിടെ ഒരുമിച്ചുകൂടിയിരിക്കുന്ന ഈ ദിവസങ്കേതത്തിൽ വെച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും നാമത്തിൽ ഞാൻ ആദ്യമായി തന്നെ ടോമിനും ലിനിക്കും ഈ സുന്ദര മംഗള ദിനത്തിന്റെ എല്ലാവിധത്തിലുമുള്ള നന്മകളും ആശംസിക്കുന്നു. ദൈവാനുഗ്രഹം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ആവശ്യമാണ്. തന്നെ നല്ല സുദീർഘമായ ഒരു ഉപദേശത്തിന്റെ ആവശ്യമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം തീരെ ചെറുപ്പക്കാരായ രണ്ട് യുദ്ധത്തിലേക്ക് കാലുകുത്തുന്ന രണ്ട് 18-20 വയസ്സ് അല്ല, മതിയായ വിദ്യാഭ്യാസവും അതിനനുസരിച്ചുള്ള പ്രായത്തിന്റെ പശ്ചാത്തലവും ജീവിതവുമായി ഇടപെട്ടുള്ള ആ പരിചയമൊക്കെ ഉള്ള മെച്യൂരിറ്റി പക്വതയുള്ള രണ്ട് വ്യക്തികൾ അവരുടെ രണ്ടുപേരുടെയും ജീവിതയാനം ഇന്നു മുതൽ ഒന്നായിട്ട് ആരംഭിക്കുന്ന ഈ സുന്ദര മംഗള മുഹൂർത്തമാണ്. വിവാഹമെന്താണെന്നും ആ വിവാഹ ജീവിതം നമ്മെ നയിക്കുന്ന കുടുംബജീവിതം എന്താണെന്നും ഒക്കെ ശരിയായ മനസ്സിലാക്കി
വിവാഹം അത്യാവശ്യ കാര്യങ്ങൾ മാത്രം ഞാൻ അവരെ അനുസ്മരിക്കുക മാത്രമാണ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്. ആദ്യമായി വിവാഹത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകളും ആശയങ്ങളൊക്കെ ഈ ആധുനിക കാലത്ത് സഭയിൽ നിന്നും വളരെയധികമായിട്ട് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഈ വിവാഹ ജീവിതത്തിലെ സൗഭാഗ്യത്തിന്, ദൈവാനുഗ്രഹത്തിന് അതെന്താണെന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. വിവാഹത്തെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ വായിച്ചു കേട്ട് രണ്ട് വായന, ആ രണ്ട് വായനയിലും ഇത് ദൈവസ്ഥാപിതമായ ഒരു പ്രസ്ഥാനമാണ്. പരിശുദ്ധനായ ആ കൂദാശയിലേക്ക് നമ്മൾ പ്രവേശിക്കണം, ആ കൂദാശ സ്വീകരിക്കണം. ആ കൂദാശ നമുക്ക് അതിൻ്റെതായ പരിശുദ്ധി തരുന്നു, ദൈവാനുഗ്രഹം തരുന്നു. അങ്ങനെ രണ്ട് കാഴ്ചപ്പാടുണ്ട്. അപ്പോൾ പരിശുദ്ധമായ ഒന്ന്, അതിൽ ആ പരിശുദ്ധമായ കൈകാര്യം ചെയ്യണം. വിവാഹം ഒരു കൂദാശയാണ്, അതിൽ ആ പരിശുദ്ധമായ സ്വീകരിക്കണം, അങ്ങനെ സ്വീകരിക്കണം. അങ്ങനെ ആ കൂദാശ ആ പരിശുദ്ധമായ സ്വീകരിച്ച് മുമ്പോട്ട് പോകുമ്പോൾ ആ കൂദാശത്തിൽ അത് കൂദാശിക്കുന്ന പ്രസാദങ്ങളെ നമ്മെ വിശുദ്ധീകരിക്കും. വിവാഹം ജീവിച്ചുകൊള്ളാമെന്ന് ഞങ്ങളെ രണ്ടുപേരെയും തിരിക്കുവാൻ ആർക്കും ശക്തിയില്ല. ദൈവം പോലും വിളിക്കാനായിട്ട് വരികയില്ല. ദൈവമായിരിക്കുന്ന മരണം ഒരാളിലോ രണ്ടുപേരിലോ വന്നു കഴിയുമ്പോൾ മാത്രമേ ആ വിവാഹം പിരിയുന്നു എന്നുള്ള ആ കാര്യം വളരെ അഭ്യർത്ഥിക്കണം. മറിച്ച് അവർ രണ്ടുപേരുടെയും ജീവിതാന്ത്യം വരെ രണ്ടുപേരിൽ ഒരാളെ ദൈവം ഏതെങ്കിലും വിധത്തിൽ തന്നെ പരിപാലനം ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഈ വിവാഹം ഇതുവരെ സ്വതന്ത്രമായിട്ട് ഒഴുകിക്കൊണ്ടിരുന്ന രണ്ടാളുകൾ ഒരുമിച്ച് വന്ന് കൺഫ്ലോർ ചെയ്യുന്നത് പോലെ, ഒരുമിച്ച് ചെയ്യുന്നത് പോലെ അവർ ഒരുമിച്ച് ചെയ്യുന്ന രണ്ട് ജീവിതങ്ങൾ, രണ്ട് പശ്ചാത്തലം, രണ്ട് കുടുംബങ്ങൾ. നിങ്ങളുടെ കുടുംബജീവിതം മുൻപോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. അതനുസരിച്ച് നിങ്ങൾ ജീവിക്കുന്ന സമൂഹത്തിൽ നിങ്ങൾ ജീവിക്കുക. അങ്ങനെ വരുമ്പോൾ അവിടെ ദൈവത്തിന്റെ അനുഗ്രഹം, മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ മേരിയെ നിന്റെ ഭാര്യയായി നീ സ്വീകരിക്കുന്നുവോ? മേരി മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ തോമസിനെ നിന്റെ ഭർത്താവായി നീ സ്വീകരിക്കുന്നുവോ? സാക്ഷികൾ ഇത് കേട്ടല്ലോ. ഇബ്രാഹിമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ വിവാഹത്താൽ നിങ്ങളെ ബന്ധിക്കുകയും സ്വർഗീയ വരങ്ങൾ നൽകി നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കുരിശുമരണം വഴി തിരുസഭയെ വധുവായി സ്വീകരിച്ച കർത്താവെ, വിശ്വാസത്തിലും സ്നേഹത്തിലും വധൂവരന്മാരെ ബന്ധിക്കുന്ന ഈ കുരിശിനെ ദയാപൂർവം ആശീർവദിക്കണമേ. ഐക്യത്തിന്റെ പ്രതീകമായ ഈ താലി അഭേദ്യമായ സ്നേഹത്തിലും പരിപൂർണമായ വിശ്വസ്തതയിലും ഇവരെ ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിൽ ഉണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാനും